ഹലോ ഡിയേഴ്സ്, മാത്സ് സ്ക്വയറിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എൻ്റെ എല്ലാ കുഞ്ഞുങ്ങൾക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസസിലെ ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 15 എക്സസൈസ് പ്രോബ്ലംസ് ആണ് കേട്ടോ. അപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ? നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ക്ലാസ്സുകൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓൺലൈൻ ട്യൂഷന് താല്പര്യമുള്ള കുട്ടികൾക്ക് വാട്സപ്പിൽ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. സ്ക്രീനിൽ കാണുന്ന ചോദ്യമാണ്. നോക്കിക്കേ. The two terms in specific positions of some arithmetic sequences are given below. Write the first 5 terms of each. എന്ന് വെച്ചാൽ എന്താണ്? ചില സമാന്തര ശ്രേണികളിലെ രണ്ട് നിശ്ചിത സ്ഥാനത്തുള്ള പദങ്ങൾ ചുവടെ പറഞ്ഞിരിക്കുന്നു. ഓരോ ശ്രേണിയുടെയും ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു നിശ്ചിതമായിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസസിൽ 2 പദം വീതം തന്നിട്ടുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 5 പദങ്ങൾ എഴുതാനാണ് ചോദ്യം ചോദിച്ചേക്കുന്നത്. ഇനി ഓരോന്നായിട്ട് ചെയ്തു പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് തന്നേക്കുന്നത് തേർഡ് ടേം. ടീച്ചർ അതിനെ T3 എന്ന് പറഞ്ഞിട്ട് എഴുതുവാണേ. തേർഡ് ടേം എന്ന് പറയുന്നത് 34, സിക്സ്ത് ടേം T6 എന്ന് പറയുന്നത് 67. ഓക്കെ, ഇനി നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ടേമും അതുപോലെ തന്നെ പൊസിഷനും തന്നിരുന്നാൽ നമുക്ക് അവിടുന്ന് കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. കോമൺ ഡിഫറൻസ്. സോ കോമൺ ഡിഫറൻസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു എന്താണ്? ടേം ഡിഫറൻസ് ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഇപ്പോൾ നമുക്ക് ടേം എന്ന് പറയുമ്പോഴത്തേക്കും 67ഉം 34ഉം. അപ്പോൾ 67 മൈനസ് 34 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ്. ഇത് 6th പൊസിഷനിലാണ്, ഇത് 3rd പൊസിഷൻ. അപ്പോൾ 6 മൈനസ് 3 which is equal to 67 minus 34 ചെയ്യുമ്പോൾ 7 minus 4 3, 6 minus 3 3, 33 divided by 6 minus 3 3, 33 by 3 11. അപ്പോൾ എത്ര കിട്ടി? കോമൺ ഡിഫറൻസ് 11 കിട്ടി. ഇനി എളുപ്പമല്ലേ? കോമൺ ഡിഫറൻസ് 11 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ തേർഡ് ടേം എന്ന് പറയുന്നത് 34 ആണല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു 34 മൈനസ് 11. അന്നേരം നമുക്ക് എത്ര കിട്ടും? 23. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്താ? 23 മൈനസ് 11. അതായത് സെക്കൻഡ് ടേമിൽ നിന്ന് 11 വീണ്ടും കുറയ്ക്കുക. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 3 മൈനസ് 1 2, 2 മൈനസ് 1 1, 12. ഓക്കെ, ഇനി അതുപോലെ തേർഡ് ടേം 34 ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടേം എന്തായിരിക്കും? 34ൻ്റെ കൂടെ 11 ആഡ് ചെയ്യുക. ഓക്കെ, അന്നേരം നമുക്ക് എന്ത് കിട്ടും? 40. 3 പ്ലസ് 1 5, 4 പ്ലസ് 1 5, 45. ഓക്കെ, ഇനി ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എത്രയാ? ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് 45ൻ്റെ കൂടെ വീണ്ടും ഒരു 11 ആഡ് ചെയ്യുക. അന്നേരം എത്ര കിട്ടും? 45 പ്ലസ് 10 55, 55 പ്ലസ് 1 56. കിട്ടിയില്ലേ? അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ടേംസ് പറഞ്ഞേ 12, 23. തേർഡ് ടേം എവിടെ? ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് അല്ലേ? 34, 45, 56. കിട്ടിയല്ലോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ തേർഡ് ടേം നമുക്ക് തന്നിട്ടുണ്ട് 43, സിക്സ്ത് ടേം തന്നിട്ടുണ്ട് 76. സിക്സ്ത് ടേം എത്രയാണ്? 76. ഓക്കെ, നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് 76 മൈനസ് 43 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് എത്രയാ? 6 മൈനസ് 3. അപ്പോൾ 76 മൈനസ് 43 ചെയ്യുമ്പോൾ 6 മൈനസ് 3 3, 7 മൈനസ് 4 3. അപ്പോൾ എത്ര കിട്ടി? 33 ഡിവൈഡഡ് ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു അഗൈൻ 11 ആണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടിയത്. ഇനി സെക്കൻഡ് ടേം കണ്ടുപിടിക്കാം. സെക്കൻഡ് ടേം ഇസ് ഈക്വൽ ടു 43 മൈനസ് 11. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 43 മൈനസ് 11 ചെയ്യുമ്പോൾ 3 മൈനസ് 1 ചെയ്യുമ്പോൾ 2, 4 മൈനസ് 1 ചെയ്യുമ്പോൾ 3, 32. ചെയ്യാമല്ലോ? എളുപ്പമല്ലേ? അടുത്ത് ഫസ്റ്റ് ടേം ഇസ് ഈക്വൽ ടു 32 മൈനസ് 11. അന്നേരം നമുക്ക് എന്ത് കിട്ടും? 32 മൈനസ് 11, 3 മൈനസ് 1 ചെയ്യുമ്പോൾ 2, 2 മൈനസ് 1 ചെയ്യുമ്പോൾ 1, 21. നമുക്ക് തേർഡ് ടേം കൊടുത്തിട്ടുണ്ട്. ഇനി ഫോർത്ത് ടേം കണ്ടുപിടിക്കാം. ഫോർത്ത് ടേം ഇസ് ഈക്വൽ ടു 43
പ്ലസ് 11 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 43 പ്ലസ് 10 ചെയ്യുമ്പോൾ 53, 53 പ്ലസ് 1 54. അടുത്ത ഫിഫ്ത്ത് ടേം ഇസ് ഈക്വൽ ടു, ഫിഫ്ത്ത് ടേം എന്ന് പറയുന്നത് എത്രയാ? ഫിഫ്ത്ത് ടേം ഇസ് ഈക്വൽ ടു 54 പ്ലസ് 11 വിച്ച് ഇസ് ഈക്വൽ ടു 5 പ്ലസ് 1 6, 4 പ്ലസ് 1 5, 65 കിട്ടിയില്ലേ? അപ്പോൾ നമുക്ക് ആദ്യത്തെ 5 ടേംസ് എഴുതാം. ഫസ്റ്റ് ടേം 21, സെക്കൻഡ് ടേം 32, അടുത്ത തേർഡ് ടേം 43, അടുത്ത ഫോർത്ത് ടേം 54, പിന്നെ 65 കിട്ടിയല്ലോ. ഓക്കെ, അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. മൂന്നാമത്തെ ചോദ്യം എന്താണ്? തേർഡ് ടേം T3ൻ്റെ വാല്യൂ 2ഉം ഫിഫ്ത്ത് ടേമിൻ്റെ വാല്യൂ 3ഉം ഇതാണ് നമുക്ക് തന്നേക്കുന്നത്. സോ കോമൺ ഡിഫറൻസ് വിച്ച് ഈസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് ആയിട്ടുള്ള 3 മൈനസ് 2 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആയിട്ടുള്ള 5 മൈനസ് 3. 5 മൈനസ് 3 വിച്ച് ഈസ് ഈക്വൽ ടു 3 മൈനസ് 2 1 ഡിവൈഡഡ് ബൈ 5 മൈനസ് 3 2. അപ്പോൾ കോമൺ ഡിഫറൻസ് നമുക്ക് എത്രയാണ് കിട്ടിയത്? ഹാഫ് ആണ് കിട്ടിയത് അല്ലേ? സോ T2 വിച്ച് ഈസ് ഈക്വൽ ടു 2 മൈനസ് 1/2. രണ്ടിൽ നിന്ന് ഒരു അര കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും കുട്ടികളെ? 1.5 കിട്ടും ആണല്ലോ. അതുപോലെ T1 ചെയ്യുമ്പോൾ, T1 എന്ന് പറയുമ്പോൾ 1/2 എത്ര കുറയ്ക്കണം? വീണ്ടും ഒരു അര കുറയ്ക്കണം. 1/2 അര കുറയ്ക്കുമ്പോൾ 1. ഓക്കെ, അതുപോലെ T3 നമുക്ക് എത്ര തന്നിട്ടുണ്ട്? T3 ഈസ് ഈക്വൽ ടു 2 എന്ന് പറയും തന്നിട്ടുണ്ട്. T4 കണ്ടുപിടിക്കാം. T4 ഈക്വൽ ടു 2 പ്ലസ് ഹാഫ്. അപ്പോൾ എത്ര കിട്ടും? 2 അതിൻ്റെ ഹാഫ് 2.5. T5 ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? T4ൻ്റെ കൂടെ ഒരു ഹാഫ്, അതായത് 2.5യുടെ കൂടെ ഒരു അര കൂടെ ആഡ് ചെയ്യണം. അന്നേരം നമുക്ക് 3. അപ്പോൾ ആദ്യത്തെ 5 ടേംസ് നമുക്ക് എഴുതാം. എത്രയാ? 1 അതിൻ്റെ ഹാഫ്, 2 അതിൻ്റെ ഹാഫ്, 3 കിട്ടിയല്ലോ. ഓക്കെ, ഇനി അടുത്ത് ഫോർത്ത് ടേം. ഫോർത്ത് ടേം അല്ല, ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ്? ഫിഫ്ത്ത് ടേം T5 ഈക്വൽ ടു 8, T9 ഈക്വൽ ടു 10. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. സോ കോമൺ ഡിഫറൻസ് കാൽക്കുലേറ്റ് ചെയ്യാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് 10 മൈനസ് 8 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 9 മൈനസ് 5. ഓക്കെ, 10 മൈനസ് 8 2, 9 മൈനസ് 5 എന്ന് പറയുന്നത് 4 അല്ലേ? ഇസ് ഈക്വൽ ടു അഗെയിൻ 1/2 ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, ദെൻ T4 കാൽക്കുലേറ്റ് ചെയ്യാം. T4 ഇസ് ഈക്വൽ ടു 8 മൈനസ് ഹാഫ്. 8 മൈനസ് ഹാഫ് ഈക്വൽ ടു എത്ര കിട്ടും? 8 അര പോയി എത്ര ഇടാം? 7.5. അടുത്ത് T3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 7.5 വീണ്ടും ഒരു അര കുറയ്ക്കണം. അന്നേരം നമുക്ക് എത്ര കിട്ടും? 7. T2 കണ്ടുപിടിക്കാൻ 7 ഒരു അര കുറയ്ക്കണം. അന്നേരം നമുക്ക് എത്ര കിട്ടും? 6.5. T1 കണ്ടുപിടിക്കാനായിട്ട് 6.5 ഒരു അര കുറയ്ക്കണം. അര കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 6. അപ്പോൾ നമ്മുടെ ടേംസ് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 6 അതിൻ്റെ ഹാഫ് 7, 7 അതിൻ്റെ ഹാഫ് 8. ആദ്യത്തെ 5 ടേംസ് കിട്ടി. ഓക്കെ, ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഫിഫ്ത്ത് ടേം 7, അതായത് T5 ഈക്വൽ ടു 7ഉം T7 ഈക്വൽ ടു 5ഉം ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. സോ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കാം. കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു ടേം ഡിഫറൻസ് 5 മൈനസ് 7 ഡിവൈഡഡ് ബൈ പൊസിഷൻ ഡിഫറൻസ് 7 മൈനസ് 5 which is equal to 5 minus 7 എത്രയാ? -2 divided by 7 minus 5 ചെയ്യുമ്പോൾ 2 അല്ലേ? -2/2 ചെയ്യുമ്പോൾ -1 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? കോമൺ ഡിഫറൻസ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ കോമൺ ഡിഫറൻസ് കിട്ടി. ഇനി നമുക്ക് T4 കണ്ടുപിടിക്കാം. T4 ഈസ് ഈക്വൽ ടു 7 T5 മൈനസ് ഓഫ് -1 അല്ലേ? അന്നേരം നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 7 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 8. അടുത്ത് T3 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 8 ഒരു -1 കുറയ്ക്കണം. അതായത് 8 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് 8 + 1 വിച്ച് ഈസ് ഈക്വൽ ടു 9. T2 പറഞ്ഞേ. T2 ഈസ് ഈക്വൽ ടു 9 മൈനസ് ഓഫ് -1 വിച്ച് ഈസ് ഈക്വൽ ടു 9 + 1 ഈക്വൽ ടു 10. T1 ഈസ് ഈക്വൽ ടു 10 മൈനസ് ഓഫ് -1 ദാറ്റ് ഈസ് 10 + 1 11. അപ്പോൾ നമ്മുടെ ടേംസ് പറഞ്ഞേ. ടേംസ് 11, അടുത്ത് 10, 9, 8, 7. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ 15ാമത്തെ പേജിലുള്ള ക്വസ്റ്റ്യൻസ് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഓൺലൈൻ ട്യൂഷന് താല്പര്യമുള്ള കുട്ടികൾ ഉറപ്പായിട്ടും സ്ക്രീനിൽ കാണുന്ന ആ നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക? വാട്സപ്പ് ചെയ്യുക കേട്ടോ. ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുക.
ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ക്ലാസ്സുമായിട്ട് ടീച്ചർ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.